ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഓണത്തിന് 2-3 ദിവസങ്ങൾ എടുത്തിട്ടുള്ള ക്ലിപ്സുകളാട്ടോ നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉത്രാട ദിനത്തിന്, അതായത് വിക്രമിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഉത്രാട ദിനത്തിൽ. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മൾ സദ്യ കൊണ്ടു. അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ്, നമ്മുടെ ഒരു കസിനാണ്, വിക്രമിൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ അത്, അച്ചു എന്നാണ് പേര്. അപ്പോൾ അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പിറ്റേ ദിവസം നമ്മൾ എന്താ പറയുക, ഓണത്തിൻ്റെ അന്ന് നമ്മൾ കൂടൽമാണിക്യത്തിൽ പോയി തൊഴാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാവിലെ എനിക്ക് സാധാരണ സദ്യ നമ്മൾ വീട്ടിൽ വെക്കാറ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സദ്യ ഏൽപ്പിക്കുകയാണ് ചെയ്തത്, കൊണ്ട് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ കൂടൽമാണിക്യത്തിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായി. ഞങ്ങൾ പോകാനും ഇത്തിരി നേരം വൈകിയോ ഒന്നാമത്. അപ്പോൾ ഇത് കൂടൽമാണിക്യത്തിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ പോലെ റീൽസ് എടുക്കാനും കാര്യങ്ങളൊക്കെ അവിടെ കുറേ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് നന്നായി നല്ല ഭംഗിയിൽ നമ്മുടെ സംഗമേശ്വരൻ, അതായത് കൂടൽമാണിക്യത്തിൽ ഭഗവാൻ ഭരതൻ സ്വാമിയുടെ പൂക്കളം കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണിത് കണ്ടോ, സംഗമേശ്വരൻ ഭഗവാനാണ്. അപ്പോൾ ആളുടെ രൂപം ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ ഇത് ഞാനിടയിൽ ഇങ്ങനെ ഞാൻ ഫോട്ടോ കുറേ ഉണ്ടായിരുന്നു, ആ അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിരുന്നു, നല്ല വെയിലായ. അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യ എത്തിയില്ല. ഇലയുണ്ട്, മാണിലയുണ്ട്, എന്തൊക്കെ സംഭവങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഓണസദ്യ വീനസ് ഹോട്ടലിൽ നിന്നാ റൈസ് ചോറുണ്ട്, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. കാളൻ, ഇതെന്താ ഓലൻ, ഇതെന്താ അവിയൽ, ഇത് പൈനാപ്പിൾ പച്ചടി, തോരൻ, സാമ്പാർ, അച്ചാർ, സാമ്പാറോടെ ഇതെന്താണ് അറിയില്ല, പായസം ഉണ്ട്, തൈര്, ചിപ്സ്, പപ്പടം കാച്ചണം. പപ്പടം നമുക്ക് കാച്ചണം. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ. പിന്നെന്താണ് വേറെ, ഇത് കൂട്ടുകറി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അടിയിൽ പുളിയിഞ്ചി ഉണ്ട്, കുറച്ച് പോയിന്റ് അറിയാം, കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഓണസദ്യ വിഭവങ്ങൾ. നമ്മൾ ഏൽപ്പിച്ചതാണ് 5 പേർക്ക്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു. 2 തരം പായസമൊക്കെ ആയിട്ടുള്ള എല്ലാം അടക്കമുള്ള ഒരു സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വിക്രമിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി വൈകിട്ട്. അപ്പോൾ അവിടെ വിക്രമിൻ്റെ പെങ്ങളൊക്കെ വരുമായിരുന്നു. ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ 3-ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, അതായത് വിക്രമിൻ്റെ അമ്മ, അതുപോലെ പെങ്ങൾ, എല്ലാവരും കൂടിയിട്ടൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട് സൈലൻറ്റ് വാലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇനി 3-ാമത്തെ ദിവസം ഇതിൽ കാണിക്കുന്നത്. നല്ല രസമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ നേരത്തെ പോയി. കുട്ടികളൊക്കെ ഓണത്തിൻ്റെ അന്ന് അവർ അവിടെ നിന്നു, അമ്മയുടെ അടുത്ത് നിന്നു. ഞാനും വിക്രമും തിരിച്ചു പോന്നു. ഇവിടെ രാവിലെ നേരത്തെ അവരുടെ അടുത്ത് പോയി. അങ്ങനെ ഞങ്ങൾ പോവാണ്. യാത്ര അടിപൊളിയായിരുന്നു. സൈലൻറ്റ് വാലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എന്താ പറയുക, ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് കാട് കാര്യങ്ങളും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് പോയാൽ തന്നെ അറിയണം.
നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിലെ കാഴ്ചകളാണ് ഇതിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളത് കാണും. ഓക്കെ. മുതല പിന്നില് മുതല അതുകൊണ്ടല്ല പോന്നെ. പാല് കൊണ്ടേക്കണോ? കൊടുക്ക അട്ടപ്പാടിയിലുള്ള ആദിവാസി ട്രൈബൽ വേറെ സ്ഥലത്തേക്ക് ഇവിടെ ഇരുള കൊടുക്ക ഉറപ്പാണ് സംഭവിക്കാറ്. പിന്നെ തൊട്ടടുത്ത ബോട്ടം കയറിയെന്ന പറമ്പുളമാർക്ക് ചെല്ലുമ്പോൾ കാണറായി ചെല്ലുമ്പോഴത്തേക്കും അവിടെ പണിയര് കുറിച്ചര് കുറുമ്പർ എന്ന് പറയുന്നത്. ഇവിടെ കുറുമ്പരാണെങ്കിൽ അവിടെ കുറുമ്പർ. പിന്നെ വാതിരപ്പള്ളി ചെല്ലുമ്പോഴത്തേക്കും കാണർ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ മലമ്പണ്ടാരങ്ങൾ മന്നാമാരി. അങ്ങനെ ഞങ്ങൾ സൈലൻറ്റ് വാലിയിലെത്തി. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ കയറി നിന്നാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അതാണിത്, കണ്ടില്ലേ? നല്ല രസം, ഫുള്ളിങ്ങനെ കാട് ആണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ദിവസം, അതായത് ആ വിട്ടത്തിൻ്റെ അന്ന് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഉള്ള കാഴ്ചകൾ. പിന്നെ നാലാമത്തെ ദിവസം നമ്മൾ ഏറം കാണാനായിട്ട് പോയിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ ആയിരുന്നു. അതാണിപ്പോൾ കാണുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.